നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് മീൻ കൂട്ടാൻ്റെ റെസിപ്പിയാണ്. ഇവിടെ മീനില്ലാതെയാണ് മീൻ കൂട്ടാൻ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ മീൻ മേടിക്കാൻ പറ്റിയില്ല, എന്നാലും മീൻ കൂട്ടാൻ കഴിക്കണം. എങ്ങനെയുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യം ഒരു മൺചട്ടിയിൽ 4 പീസ് കുടപ്പുളി കഴുകിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ഇഞ്ച് ഇഞ്ചി ചതച്ചിട്ട് ഇട്ടുകൊടുക്കാം. 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട്. കുറച്ച് കരിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഒരു മീഡിയം ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു മീഡിയം തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ 2ാം പാൽ മാറ്റിച്ചിട്ടുണ്ടായിരുന്നു, അത് 1 കപ്പ് ഞാനിവിടെ ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് വെള്ളം കൂടി ഞാനിതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. പതുക്കനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തള വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തള വരുമ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ നന്നായിട്ട് തള വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് മൂടി വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ 10 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇവിടെ ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്തുടഞ്ഞിട്ടില്ല, പേസ്റ്റൊന്നും ആവേണ്ട ആവശ്യമില്ല, ഇത്ര വെന്താൽ മതി. പതുക്കനൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ നമ്മുടെ കുടപ്പുളിയുടെ പുളിയൊക്കെ കൂട്ടാനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പതുക്കനൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തമ്പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, തമ്പാലിനെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ 1 കപ്പ് തമ്പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. പതുക്കനെ ഒന്ന് ഇളക്കി കൊടുക്കാം. തമ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് തോന്നും പാല് പിരിഞ്ഞു എന്ന്. പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പേടിച്ചിട്ട് സ്റ്റൗവ് ഒന്നും ഓഫ് ചെയ്തിടണ്ട. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ തിളപ്പിച്ചു കൊണ്ടേ ഇരിക്കണം ഒരു 10 മിനിറ്റ് വരെ. ഒരു 10 മിനിറ്റ് വരെ തിളപ്പിച്ചു കൊണ്ടേ ഇരിക്കുമ്പോൾ ആ പാല് നമ്മുടെ കൂട്ടാനിലേക്ക് നന്നായിട്ട് മിക്സായിട്ട് മേലെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോഴാണ് മീൻ കൂട്ടാൻ ശരിക്കും കട്ടിയാവുക. അപ്പോൾ ഇവിടെ നോക്കൂ, ആ പാല് നന്നായിട്ട് ഇതിൽ മിക്സായിട്ടുണ്ട്. നമ്മുടെ കൂട്ടാൻ കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിനെ വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്, ചെറിയ ഫ്ലെയിമിൽ. ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ചുവക്കനെ വറുത്തെടുക്കണം. ഉള്ളി ചുവക്കനെ വറുത്തതിന് ശേഷം ഇതിനെ നമുക്ക് കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കൂട്ടാൻ മീനൊന്നുമില്ലാതെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മീനില്ലാതെയും കൂടിയും നമുക്ക് മീൻ കൂട്ടാൻ ഉണ്ടാക്കാം, മീനൊന്നും കിട്ടിയില്ലെങ്കിൽ. പിന്നെ ഉള്ളീനെയും തക്കാളീനെയും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വരെ വേവിച്ചെടുത്താൽ മതി. ഭയങ്കരമായിട്ട് വേവിച്ച് ഉടയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, തമ്പാൽ ചേർത്തതിൻ്റെ ശേഷം നമുക്ക് തോന്നും പാല് പിരിഞ്ഞു എന്ന്. പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പേടിച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിടരുത്. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് തിളയ്ക്കുമ്പോൾ അത് കൂട്ടാനിലേക്ക് മിക്സായിട്ട് മേലെ എണ്ണ തെളിഞ്ഞു വരും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കൂട്ടാൻ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്